പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നടുങ്ങി രാജ്യം. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തൊയ്ബ ഭീകര സംഘടനയെന്ന് അന്വേഷണ ഏജൻസികൾ. അക്രമികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചു. മാർപ്പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് തൃശൂർ അതിരൂപത വെള്ളിയാഴ്ച അനുസ്മരണ ദിനമായി ആചരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ തൃശൂർ മൃഗശാലയിൽ കൂറ്റൻ മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടം. കിഴക്കുംപാട്ടുകരയിൽ മരങ്ങൾ വീണ് 15-ലധികം വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. അഞ്ചേരിച്ചിറയിൽ കോഴിക്കടയുടമയെ ആക്രമിച്ച 4 പ്രതികളെ ഉള്ളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോട്ടയം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. അസം സ്വദേശി അമിതാണ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നടുങ്ങി രാജ്യം. 6-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തൊയ്ബ ഭീകര സംഘടനയെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി. കൂട്ടക്കൊലയിൽ ഇതുവരെ 28 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൊച്ചി സ്വദേശിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനാണ് മകളുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കൊച്ചി നാവികസേനയിലെ ഉദ്യോഗസ്ഥൻ ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നർവാളും കൊല്ലപ്പെട്ടവരിൽ പെടും. ലഷ്കർ സംഘടനയുടെ നേതാവ് സൈഫുള്ള കസൂരിയാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ. അക്രമികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവനയിൽ പറഞ്ഞു. കൊല്ലപ്പെട്ടവർക്ക് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചു. ചുവന്ന തുണി കൊണ്ട് മൂടിയ ലളിതമായ പേടകത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഭൌതിക ശരീരം കിടത്തിയിരിക്കുന്നത്. വിലാപയാത്രയാണ് ഭൌതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചത്. കർദിനാൾമാരും വൈദികരും സന്യസ്തരുമടക്കം നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. സംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് മേരീസ് മേജർ പേപ്പൽ ബസിലിക്കയിൽ നടക്കും. മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയറിഞ്ഞ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച അനുസ്മരണ ദിനം ആചരിക്കും. വൈകിട്ട് 4-ന് പുത്തൻപള്ളി ബസിലിക്ക ദേവാലയത്തിൽ ബിഷപ്പുമാരുടെ കാർമ്മികത്വത്തിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് ബസിലിക്കയിൽ നിന്ന് സെന്റ് തോമസ് കോളേജിലേക്ക് അനുസ്മരണ റാലി നടക്കും. സെന്റ് തോമസ് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിവിധ മതമേലധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. പാപ്പയുടെ ഭൌതികദേഹം സംസ്കരിക്കുന്ന ശനിയാഴ്ച എല്ലാ ഇടവക ദേവാലയങ്ങളിലും പ്രത്യേക അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കും. പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം 9 മണിയോടുകൂടി പാപ്പയുടെ വസതിയിൽ നിന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്നു. വളരെ ഭക്തി നിർഭരമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ധാരാളം ജനങ്ങൾ പങ്കുകൊണ്ടു. ഇനി 11 മണിയോടുകൂടി പൊതുദർശനത്തിനായിട്ട് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തുനിൽക്കുന്നു. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാലസ് റോഡിലുള്ള ചേംബർ ഓഫീസിന് മുൻപിൽ ഒരുക്കിയ സ്മൃതി മണ്ഡപത്തിലെ മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, പ്രസിഡന്റ് സജീവ് മഞ്ഞില, ട്രഷറർ ഷൈൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേംബറിന്റെ മുൻ പ്രസിഡന്റുമാരായ TR വിജയകുമാർ, NI വർഗീസ്, CA സലീം, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിംഗ്, യൂത്ത് വിംഗ്, ഫ്രണ്ട്സ് ഓഫ് ചേംബർ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ മൃഗശാലയിൽ വൻ നാശനഷ്ടം. മൃഗങ്ങളുടെ കൂടുകളിൽ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മൃഗശാലയിലുണ്ടായത്. പുളി, മാവ് ഉൾപ്പെടെയുള്ള നിരവധി വൻമരങ്ങൾ കടപുഴകി വീണു. ഹിപ്പപ്പൊട്ടാമസിന്റെയും മ്ലാവിന്റെയും കൂടുകളിലും മരങ്ങൾ വീണു. ഇതിൽ ഹിപ്പപ്പൊട്ടാമസിന്റെ കൂട് മരം വീണ് പൂർണ്ണമായും മൂടിയ നിലയിലാണ്. ഇവിടങ്ങളിലെ മൃഗങ്ങളെ രാത്രിയിൽ തന്നെ സമീപത്തെ കൂടുകളിലേക്ക് മാറ്റിയതിനാൽ ഇവയ്ക്ക് പരിക്കോ ജീവഹാനിയോ ഉണ്ടായില്ല. മ്ലാവിന്റെ കൂട്ടിൽ വലിയ ഒരു ഇത്തിമരം കടപുഴകി കൂട്ടിന്റെ അകത്തോട്ട് വീഴുകയും
പിന്നീട് നമ്മൾ രാത്രികാല ഡ്യൂട്ടിയിലുണ്ടായ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ആ കൂട്ടിലുണ്ടായിരുന്ന എല്ലാ മ്ലാവുകളെയും രാത്രികാലത്ത് തന്നെ ജീവനക്കാരുടെ സഹായത്തോടു കൂടി മറ്റേ കൂട്ടിലേക്ക് മാറ്റുകയുണ്ടായി. അതുപോലെ തന്നെ രണ്ട് ഹിപ്പോപ്പൊട്ടാമസ് കിടന്നിരുന്ന കൂട്ടിൽ ഒരു വലിയ പേരാൽ മരം വീഴുകയും അതിൻ്റെ കുളമാകെ അത് ഈ മരത്തിൻ്റെ ശാഖകളാൽ മൂടപ്പെടുകയും ചെയ്തിരുന്നു. ഹിപ്പോയെ കൂടി അതിൻ്റെ ആ കൂട്ടിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി. അതുപോലെ വലിയ ഒരു പുളിമരവും മറ്റ് 3-4 മരങ്ങളും ഇതുപോലെ കടപുഴകി വീഴുകയും ഒട്ടനവധി മരങ്ങളുടെ ശാഖകൾ പൊട്ടി പല ഭാഗത്തും വീഴുകയുണ്ടായി. പക്ഷേ ഭാഗ്യം കൊണ്ട് തന്നെ ഒരു മൃഗങ്ങൾക്കൊന്നും ഒരു ജീവഹാനിയോ അപകടമോ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ജീവനക്കാരും രാത്രി 12:30 വരെയും 1 മണി വരെയൊക്കെ ഇരുന്നുകൊണ്ടാണ് എല്ലാ മൃഗങ്ങളെയും സുരക്ഷിതമായി മാറ്റി. മരങ്ങൾ വീണ് മതിലുകളും സുരക്ഷാ വേലികളും തകർന്നിട്ടുണ്ട്. മൃഗശാലയോട് ചേർന്നുള്ള കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെയും മതിൽ തകർന്നു. മൃഗശാലയ്ക്കുള്ളിലെ കുട്ടികളുടെ പാർക്കിലും മരം വീണെങ്കിലും കളി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ മൃഗശാലയ്ക്കുള്ളിൽ നിൽക്കുന്ന അപകട സാധ്യതയുള്ള മരങ്ങളുടെ കൊമ്പുകളും മറ്റും വെട്ടിമാറ്റുമെന്ന് സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു. എല്ലാ വർഷവും ഞങ്ങൾ ഈ മഴക്കാലത്തിന് മുമ്പായി മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മരത്തിൻ്റെ ശില്ലകളെല്ലാം മുറിച്ചു മാറ്റാറുണ്ട്. ഇപ്രാവശ്യവും അതുപോലെ കഴിഞ്ഞ വർഷം ഒട്ടനവധി ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവധി ദിനങ്ങളായതിനാൽ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് മൃഗശാലയിലേക്ക് എത്തുന്നത്. നിലവിൽ മരങ്ങൾ വീണ ഭാഗത്തേക്ക് സഞ്ചാരികളെ താൽക്കാലികമായി പ്രവേശിപ്പിക്കില്ല. വീണ മരങ്ങൾ വെട്ടിനീക്കി കൂടും പരിസരവും പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. TCV തൃശൂർ. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ കിഴക്കുംപാട്ടുകരയിലും വ്യാപകമായ നാശനഷ്ടം. മരങ്ങൾ വീണ് 15ലധികം വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. മാർത്താഭവൻ റോഡിൽ വീടിന് മുകളിലെ ട്രസ് സമീപത്തെ വീടിന് മുകളിലേക്ക് വീണു. വീടിലുള്ളവർ അകത്തു കുടുങ്ങി. ട്രസ് മുറിച്ചു മാറ്റിയാണ് വീട്ടുകാരെ പുറത്തിറക്കിയതെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും മാവ് കടപുഴകി വീടിനു മുകളിൽ വീണ് കനത്ത നാശനഷ്ടം. തൃശൂർ ഷൊർണൂർ റോഡിന് സമീപം VPN ലൈനിൽ കൃഷ്ണസദസ്സിൽ സതീഷ് കുമാർ പയ്യുടെ വീടിനു മുകളിലാണ് അയൽവാസിയുടെ പറമ്പിലെ കൂറ്റൻ മാവ് വീണത്. വീടിനു മുകളിലെയും താഴെയുമുള്ള ട്രസ് വർക്കും വീടിന്റെ മതിലും തകർന്നു. 6 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുടമ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. രാവിലെ 6-ന് കിഴക്കേ നടപ്പുരയിൽ നിന്നാണ് ഒഴിപ്പിക്കൽ തുടങ്ങിയത്. 4 നടകളിലെയും നടപ്പുരകളിൽ ദേവസ്വം സ്ഥലത്തേക്ക് തള്ളി നിൽക്കുന്നവയെല്ലാം നീക്കം ചെയ്യും. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവട സാധനങ്ങൾ നിരത്തിയിരിക്കുന്നുവെന്ന ഗുരുവായൂർ സ്വദേശി മുരളീധരന്റെ പരാതിയിലാണ് അവ നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ പൂർത്തിയാക്കിയാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. കയ്യേറ്റം നീക്കം ചെയ്യണമെന്ന് ദേവസ്വം വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാപാരികൾ പൊളിച്ചു നീക്കാത്തവ ദേവസ്വം നീക്കം ചെയ്ത് ലേലം ചെയ്യും. ദേവസ്വത്തിനൊപ്പം നഗരസഭയും പോലീസും സഹകരിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിലെ ആരോഗ്യ വിഭാഗം, റവന്യൂ, സെക്യൂരിറ്റി തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, തഹസിൽദാർ TK ഷാജി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ S സുബ്രഹ്മണി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ഒഴിപ്പിക്കൽ നടപടികൾ ഇന്ന് പൂർത്തീകരിക്കാനായില്ലെങ്കിൽ നാളെയും തുടരും. അഞ്ചേരിച്ചിറയിൽ കോഴിക്കടയുടമയെ ആക്രമിച്ച 4 പ്രതികളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മരോട്ടിച്ചാൽ സ്വദേശി അഴകത്ത് വീട്ടിൽ ജിബിൻ, വെള്ളാനിക്കര സ്വദേശി ചീരക്കുണ്ട് വീട്ടിൽ അനുഗ്രഹ്, പുത്തൂർ സ്വദേശി തെക്കുംപുറം വീട്ടിൽ സീക്കോ, അഞ്ചേരി സ്വദേശി കോയമ്പത്തൂക്കാരൻ വീട്ടിൽ വിജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് അഞ്ചേരിച്ചിറ മീനൂട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെ 4-അംഗ സംഘം ആക്രമിച്ചത്. ഒല്ലൂർ CI വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.
കോട്ടയം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. അസം സ്വദേശി അമിത് ആലത്തൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയുകയായിരുന്നു. കോഴിഫാമിലെ തൊഴിലാളികളായ സുഹൃത്തുക്കളുടെ അടുത്ത് ഇന്നലെ രാത്രിയാണ് ഇയാൾ എത്തിയതെന്നാണ് സൂചന. കോട്ടയത്ത് നിന്നെത്തിയ പോലീസാണ് ഇന്ന് രാവിലെ ഇയാളെ പിടികൂടിയത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. എ ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറിയാകും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ശാരദാ മുരളീധരൻ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. 2026 ജൂൺ വരെയാണ് കാലാവധി. 1991 ബാച്ച് ഉദ്യോഗസ്ഥനും ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ് ജയതിലക്. രാജസ്ഥാൻ സ്വദേശിയായ മനോജ് ജോഷി മുൻപ് 2 തവണയും ചീഫ് സെക്രട്ടറിയാകാനുള്ള അവസരം വേണ്ടെന്ന് വച്ചിരുന്നു. ഇതോടെയാണ് 1990 ബാച്ചിലെ വി വേണുവും പിന്നാലെ ശാരദയും ചീഫ് സെക്രട്ടറിമാരായത്. കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങൾക്ക് നോട്ടീസ് അയച്ച് എക്സൈസ്. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കുമാണ് എക്സൈസ് നോട്ടീസ് അയച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയും സുഹൃത്തുക്കളാണെന്ന് തസ്ലിമ മൊഴി നൽകിയിരുന്നു. തസ്ലിമയും നടന്മാരും തമ്മിലുള്ള ചാറ്റും എക്സൈസിന് ലഭിച്ചിരുന്നു. ഷൈൻ ടോം ചാക്കോയുമായുള്ള ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ ടർഫ് ഗ്രൗണ്ട് സജ്ജം. അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിലാണ് അത്യാധുനിക ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ടതും കായിക താരങ്ങളുടെ ഇഷ്ടകളിയിടവുമായ നേതാജി ഗ്രൗണ്ടിലാണ് ആധുനികതയുടെ കൈപിടിച്ച് തൃശൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കോർപ്പറേഷൻ പുത്തൻ ചിറകുകൾ സമ്മാനിക്കുന്നത്. വിശാലമായ മൈതാനത്തിന്റെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭാഗത്തെ പുല്ലും കാടും നീക്കിയാണ് ഈ ന്യൂജൻ കളിയിടം ഒരുക്കിയത്. 47.4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടർഫ് ഗ്രൗണ്ട് സജ്ജമാക്കിയിരിക്കുന്നത്. 36 മീറ്റർ നീളവും 24 മീറ്റർ വീതിയും 9 മീറ്ററോളം ഉയരവുമുള്ള ഇവിടെ 7സും 5സും കളിക്കാം. ഫിഫ പ്രോ സിന്തറ്റിക് ഗ്രാസാണ് മൈതാനത്ത് വിരിച്ചിരിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയതിനാൽ മഴ പെയ്താലും ടർഫിൽ മത്സരങ്ങൾ നടത്താനാകുമെന്നതും ശ്രദ്ധേയമാണ്. നേതാജി ഗ്രൗണ്ടിൽ നിലവിൽ ഫ്ലഡ് ലൈറ്റുകൾ ഉണ്ടെങ്കിലും ടർഫിനായും ചെറിയ ലൈറ്റുകൾ സ്ഥാപിക്കും. കൂടാതെ ടർഫിനു ചുറ്റും ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് താരങ്ങൾക്ക് ശുചിമുറിയോടുകൂടിയ ഡ്രസ്സിംഗ് റൂമും ക്യാൻറ്റീൻ സൗകര്യവും ഒരുക്കും. ഇതിനു പുറമെ ക്രിക്കറ്റ്, ബാഡ്മിന്റൺ പരിശീലനത്തിനായി നെറ്റ് സംവിധാനങ്ങൾ സ്ഥാപിക്കാനും കോർപ്പറേഷന് പദ്ധതിയുണ്ട്. TCV തൃശൂർ. എറിയാട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. എറിയാട് മഞ്ഞളിപ്പള്ളി ചിറ്റേഴപ്പാടത്ത് ജോഷിക്കാണ് പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് എറിയാട് സ്വദേശി ഇക്ബാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് മഞ്ഞളിപ്പാലത്തിന് സമീപമായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ചീട്ട് കളിക്കുകയായിരുന്ന ജോഷിയെ ഇക്ബാൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പൂർവ്വ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കേരള കലാമണ്ഡലം അമേരിക്കയിൽ കേളി കൈരളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർട്സ് ലവേഴ്സ് ഓഫ് അമേരിക്കയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 8, 9, 10 തീയതികളിലാണ് ഫെസ്റ്റിവൽ നടക്കുക. കലാമണ്ഡലത്തിൽ അഭ്യസിപ്പിക്കുന്ന മുഴുവൻ കലാരൂപങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. കൂടാതെ ഓൺലൈൻ ഓഫ് ലൈൻ ശില്പശാലകളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, സിൻഡിക്കേറ്റ് അംഗം രവീന്ദ്രനാഥ് വള്ളത്തോൾ, അധ്യാപിക ഡോക്ടർ രജിത രവി, തുളസികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷ ചടങ്ങുകൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ തന്ത്രിപൂജ നടന്നു. തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 3 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളം അരങ്ങേറി. ഗജവീരൻ ഊക്കൻസ് കുഞ്ചു ഭഗവതിയുടെ തിടമ്പേറ്റി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് KP അജയനെ ദേവസ്വം ജീവനക്കാരും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് ആദരിച്ചു. ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, സെക്രട്ടറി P ബിന്ദു എന്നിവർ ചടങ്ങുകളിൽ സന്നിഹിതരായി. ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് V ശ്രീധരൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
HMS-ൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ജില്ലയിലെ വിവിധ യൂണിയനുകളുടെ സംയുക്ത പ്രതിനിധി സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 200-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കും. സർക്കാരിന്റെ സമീപനം പലപ്പോഴും തൊഴിലാളി വിരുദ്ധമാണ്. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ 16 മാസമായി കുടിശ്ശികയാണ്. സെസ്സും ഉടമസ്ഥ വിഹിതവും ഈടാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് സർക്കാരിന് സംഭവിക്കുന്നതെന്നും HMS ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PO അബ്ദുൽ മുത്തലീഫ്, ജില്ലാ പ്രസിഡന്റ് IA റപ്പായി, അജി ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി, ഉദയൻ കളരിക്കൽ എന്നിവർ പങ്കെടുത്തു. കൊണ്ടാഴി പഞ്ചായത്തിൽ കാരുണ്യ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ 100ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി തന്ത്രി വിനു മഹോദയ, കീഴ്ശാന്തിക്കാരായ സുധി സനീഷ്, രാജീവ് എന്നിവരും ആദിദേവും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 30-നാണ് പ്രസിദ്ധമായ കാവടി ആഘോഷം. മെയ് 1-ന് ആറാട്ട് ആഘോഷത്തോടെ ഉത്സവം സമാപിക്കും. ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഈ മാസം 30, മെയ് 1 തീയതികളിലാണ് തിരുനാൾ. ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ലിയോ പുത്തൂർ, തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, മറ്റ് കമ്മിറ്റി കൺവീനർമാർ, കൈക്കാരന്മാർ അന്തിക്കാട് ഫ്രാൻസിസ്, വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകും. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്ര മേൽശാന്തി കലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കെ ശേഖരൻ, ക്ഷേത്ര ഭാരവാഹികളായ KM വിജയൻ, PV പ്രതാപൻ, KK അഭിലാഷ്, KS സന്തോഷ്, KG സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. സത്യാനന്തര കാലത്തെ മാധ്യമവിശേഷങ്ങൾ എന്ന ലേഖന സമാഹാരം പ്രകാശനം ചെയ്തു. അധ്യാപകനായ CJ ബിന്നറ്റ് ആണ് ലേഖന സമാഹാരത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ഷാഫി, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ്, സാജൻ ഇഗ്നീഷ്യസ്, ഫെർഡി KB എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുടിവെള്ളത്തിൽ മലിനജലം കലരുന്നതും ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. കിഴക്കേ നടപ്പുരയിലാണ് 1 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. നടപ്പുരയിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കുമുള്ള വഴിയിലാണ് ഈ വെള്ളം കെട്ടിനിൽക്കുന്നത്. സമീപത്തെ കാനകളിൽ നിന്നുള്ള മലിനജലവുമായി കലർന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇത് കൊതുക് മുട്ടയിട്ട് പെരുകാനും ഇടയാക്കുന്നു. പകൽ സമയത്ത് പോലും ഈ ഭാഗത്ത് കൊതുകു ശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതുമൂലം സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയുമുണ്ട്. ദിനം പ്രതി 100 കണക്കിന് ഭക്തരാണ് ചെരുപ്പ് പോലുമില്ലാതെ ഇതിലൂടെ നടക്കുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ ഭക്തർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. കുടിവെള്ള വിതരണം നിലയ്ക്കുന്ന സമയത്ത് പൈപ്പ് പൊട്ടിയ വിടവിലൂടെ മലിനജലം കയറുന്നുമുണ്ട്. ഇതുമൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ കുടിവെള്ള പൈപ്പിലൂടെ മലിനജലമാണ് ലഭിക്കുന്നതെന്നും വ്യാപാരികൾ പരാതിപ്പെട്ടു. ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും ദേവസ്വമോ വാട്ടർ അതോറിറ്റിയോ നടപടിയെടുക്കുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയ്ക്ക് സമീപം 100 കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പാസേജില് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയിട്ട് കഷ്ടി 1 മാസക്കാലം ഏറെയായി അവിടെ വേസ്റ്റ് വാട്ടറും വെള്ളവും കെട്ടിക്കിടന്നിട്ട് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായിട്ട് ഈ അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അത്തരം ഒരു നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഇവിടുത്തെ സമീപമുള്ള വ്യാപാരികളും ഭക്തர்களுം ആവശ്യപ്പെടും. ദുർഗന്ധം രൂക്ഷമാകുമ്പോൾ ദേവസ്വം ആരോഗ്യ വിഭാഗം ജീവനക്കാർ ബ്ലീച്ചിംഗ് പൗഡർ വിതറുക മാത്രമാണ് ചെയ്യുന്നത്. ഭക്തരെയും വ്യാപാരികളെയും ദ്രോഹിക്കുന്ന നിലപാടാണ് ദേവസ്വവും വാട്ടർ അതോറിറ്റിയും സ്വീകരിക്കുന്നതെന്ന് ഭക്തസംഘടനകൾ ആരോപിക്കുന്നു. പൊട്ടിയ പൈപ്പ് ശരിയാക്കുകയും
മാലിന്യ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. 25 വർഷം മുൻപ് പ്രസിദ്ധീകരണം നിലച്ച തൃശൂരിലെ എക്സ്പ്രസ് ദിനപത്രത്തിലെ മുൻ ജീവനക്കാരും ഏജന്റുമാരും ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഒത്തുകൂടുന്നു. എക്സ്പ്രസ് സ്മൃതി എന്ന പേരിൽ ശനിയാഴ്ച തൃശൂർ സാഹിത്യ അക്കാദമിയിലാണ് സംഗമം നടക്കുക. സ്മൃതി സംഗമം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദനും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനും ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പത്രത്തിന്റെ ചരിത്രവും പ്രമുഖരുടെ ഓർമ്മകളും ചേർത്ത് മാധ്യമപ്രവർത്തകനായ ബാബു വെളപ്പായ തയ്യാറാക്കിയ എക്സ്പ്രസ് വഴികാട്ടിയ കനൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം K. രാധാകൃഷ്ണൻ MP നിർവഹിക്കും. സാമൂഹ്യ രാഷ്ട്രീയ വ്യവസായ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ D. മൂർത്തി, വൈസ് ചെയർമാൻ ഡേവിസ് കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, കോർഡിനേറ്റർ N. ശ്രീകുമാർ, ട്രഷറർ KO. ഡേവിസ് എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി നഗരസഭ CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അരങ്ങ് കലോത്സവം ആര്യമ്പാടം പകൽ വീട്ടിൽ നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷെരീഫ ഹസൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി, കൌൺസിലർമാരായ ജിൻസി, ഐശ്വര്യ, ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജലയാനം പദ്ധതി വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ KU പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് K. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PN ഗോകുലൻ, സുഭാഷ് പുഴയ്ക്കൽ, നൈസൽ യൂസഫ് എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ 3 മുറി 9 ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടന്നു. നിരവധി ഭക്തർ അർച്ചനയിൽ പങ്കെടുത്തു. യജ്ഞാചാര്യൻ കൽപ്പകശ്ശേരി വേണു മൂസത്ത് നേതൃത്വം നൽകി. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചെറുകുന്നത്തുമന വിഷ്ണുനാരായണൻ നമ്പൂതിരി കൊടിയേറ്റി. മേൽശാന്തി ശങ്കർ, കീഴ്ശാന്തി ദാമോദരൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സന്നിഹിതരായി. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കാർഷിക ക്ലിനിക്ക് സംഘടിപ്പിച്ചു. കൃഷിഭവനും കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര കാർഷിക കോളേജും സംയുക്തമായിട്ടാണ് കാർഷിക ക്ലിനിക്ക് സംഘടിപ്പിച്ചത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ സഹവാസ പരിപാടിയുടെ ഭാഗമായി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കാർഷിക ക്ലിനിക്ക് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനീഷ് കാർഷിക ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. വെള്ളാനിക്കര കാർഷിക കോളേജ് പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ്, ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ്, ക്ലെമൻ ഫ്രാൻസിസ്, പ്രവീൺ TG, മുല്ലശ്ശേരി കൃഷി ഓഫീസർ അമല തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ ചെലവിൽ പുനരുദ്ധരിക്കുന്ന മറ്റത്തൂർ കാവനാട് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VV അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. മായന്നൂർ താലപ്പൊലിക്ക് നേതൃത്വം നൽകിയവരെ മായന്നൂർ കൊണ്ടാഴി ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. MLA UR പ്രദീപ്, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാർ, കുന്നംകുളം ACP CR സന്തോഷ്, ജില്ലാ ഫയർ ഓഫീസർ MS സുവി തുടങ്ങിയവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന പിണറായി സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികളാണ് പൊടിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് S സുരേഷ്, KR അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട $1 ബില്യൺ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,015, പവന് 72,120.
വെള്ളി ഗ്രാമിന് 109, പ്ലാറ്റിനം ഗ്രാമിന് 3293 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നടുങ്ങി രാജ്യം. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയെന്ന അന്വേഷണ ഏജൻസികൾ. അക്രമികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചു. മാർപ്പാപ്പയ്ക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ച് തൃശൂർ അതിരൂപത വെള്ളിയാഴ്ച അനുസ്മരണ ദിനമായി ആചരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ തൃശൂർ മൃഗശാലയിൽ കൂറ്റൻ മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടം. കിഴക്കുംപാട്ടുകരയിൽ മരങ്ങൾ വീണ് 15ലധികം വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിച്ചു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. അഞ്ചേരിച്ചിറയിൽ കോഴിക്കടയുടമയെ ആക്രമിച്ച 4 പ്രതികളെ ഉള്ളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ മാള ആലത്തൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. അസം സ്വദേശി അമിതാണ് പിടിയിലാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.